വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ കയറിയാൽ അന്ന് നല്ല ഐശ്വര്യമായിരിക്കും. പിന്നെ രാവിലെ എല്ലാവർക്കും കടുങ്കാപ്പി അനത്തിക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മാവ് കുഴച്ച് വെച്ചു, കറിക്ക് ആവശ്യമായ പച്ചക്കറി വരിഞ്ഞു വെച്ചു. അങ്ങനെ പരത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കരണ്ട് പോയത്. പിന്നെ മെഴുകുതിരി വട്ടത്തിലെല്ലാം പരത്തിയെടുത്തു. ഇനി അത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. പിന്നെ ഇനിയും മാവ് പരത്താനുണ്ട്. പരത്തിയത് ചുട്ടെടുക്കുകയും പിന്നെയും പരത്തിക്കൊണ്ടിരിക്കുക. ഷേപ്പൊന്നും നോക്കിയില്ല. എല്ലാം കൂടെ ഒരാൾ തന്നെ എല്ലാം കൂടെ ചെയ്യണ്ടേ. ചോറ് വെക്കണം. അപ്പോൾ ഷേപ്പൊന്നും ചപ്പാത്തിയുടെ ആയിട്ടില്ല. അങ്ങനെ ചപ്പാത്തിക്ക് കറിയുമായി. ചപ്പാത്തി പരത്തുകയും ചെയ്യുന്നു, ഓരോന്നുമായി ചുട്ടും എടുക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് തലേന്നേ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആണെങ്കിൽ തലേന്നേ തീരുമാനിക്കും ചപ്പാത്തി ആ കറി ഇന്നത് വെക്കണം. അങ്ങനെ ഓരോ ഐഡിയ ഒക്കെയുണ്ട്. അങ്ങനെ രാവിലെ എല്ലാവർക്കും കാപ്പിക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി. അത് കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിക്കണം, അരി അടുപ്പത്തിടാൻ. അതിനുവേണ്ടി 2 തൊണ്ടൊക്കെ വെച്ച് വിറകുമൊക്കെ വെച്ച് ഒരു പേപ്പറിട്ട് കത്തിച്ച് അതൊന്ന് കത്തി വരുമ്പോഴത്തേക്ക് കലമെല്ലാം കൂടെ കഴുകിക്കൊണ്ട് വന്ന് അതിൽ വെള്ളമെടുത്ത് തിളയ്ക്കാൻ വെക്കണം. തിളച്ച് കഴിഞ്ഞ് അതിൽ അരി അടുപ്പത്തിടണം. ഞാൻ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അരി അടുപ്പത്തിടുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു വയ്യാഴികയോ അസുഖമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്കൊരു മാനസികമായിട്ട് വിഷമം വരും. അപ്പോൾ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ എല്ലാം ചെയ്യാവൂ. പിന്നെ അങ്ങനെ അരി അടുപ്പത്തിടുന്ന നേരം കൊണ്ട് ഒരു മെഴുകുപുരട്ടിക്ക് വെണ്ടയ്ക്കായും എടുത്ത് അതും ഒന്നായി. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ കൊണ്ടുപോകണമല്ലോ ചോറും ഒക്കെ. പിന്നെ മീൻകറി കൊച്ചുമത്തിയുണ്ട്, അത് കറി വെക്കാനും എല്ലാം ആയി എടുത്തു വെച്ച്. അങ്ങനെ കൊച്ചുമത്തിയുടെ കറിയുമായി. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുമായി. പിന്നെ കുറച്ച് മത്തി വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത് പിന്നെ ഒരു ചെറിയൊരു ബീൻസ് തോരനും വെച്ച്. എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യുന്നേ, അതുകൊണ്ടാണ് പെട്ടെന്ന്. പിന്നെ കൊച്ചിനെയൊക്കെ ഒരുക്കി വിടണം. അത് തന്നെ ഒരുങ്ങും, എന്നാലും ഞാൻ ചെന്ന് തലമുടിയൊക്കെ ചീകി കൊടുക്കും. പിന്നെ ഇവരുടെ പുറകെയൊക്കെ രാവിലെ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരുടെയും കാപ്പികൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായയൊക്കെ അനത്തി കൊടുത്തു. പിന്നെ ഇവരെ 2 പേരെയും മക്കളെ സ്കൂളിൽ കൊണ്ട് ഞാൻ വിടും. വൈകിട്ടും വിളിച്ചുകൊണ്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് വിടുമ്പം നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം. അവരെ സ്കൂളിൻ്റെ അകത്ത് വരെ കൊണ്ട് വിടുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ മിസ്സായി പോകുന്നില്ലയോ, ഒത്തിരി പേരൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ. അപ്പം നമ്മൾ മാതാപിതാക്കൾ കൊണ്ടുവിടുമ്പം നമുക്കൊരു സന്തോഷം, കുഞ്ഞുങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്കൊരു ഉറപ്പുമാകും. അപ്പം ഞാൻ രാവിലെയും വൈകിട്ടും ഒക്കെ മെനക്കെട്ട് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ പോകാറുണ്ട്.